പരമാത്മാവിൻ്റെ മനസ്സും വിത്തും മനസ്സുമാണ്. അതിലൂടെയാണ് പരമാത്മാവ് ഇവിടെയെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. മഴ കൊണ്ടും ഇടിയും മിന്നലും എല്ലാം കൊണ്ടും ഞാൻ സന്തോഷം ആരവവും മുഴക്കുമ്പോൾ ആളുകൾ പറയും അയാൾക്ക് പിരാന്താണ്. പരമാത്മാവിൻ്റെ വിത്താണ്, മനസ്സാണ് ആ പ്രകാശം. അത് നിങ്ങൾ എന്തോ പേര് പറയുന്നു, അത് വിഷയമില്ല. നിങ്ങളെ കാഴ്ചപ്പാടിലാണ് നിങ്ങൾ പേര് പറഞ്ഞത്. അത് ദൈവികമാണ്. പരമാത്മാവിൻ്റെ മനസ്സും വിത്തും മനസ്സുമാണ്. അതിലൂടെയാണ് പരമാത്മാവ് ഇവിടെയെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആ പ്രകാശത്തിലൂടെയാണ്. ആ പ്രകാശം തന്നെയാണ് ബീജമായി വന്ന് മനുഷ്യരൂപത്തിലൂടെ നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്ന പരമാത്മാവായ പ്രപഞ്ചനാഥനാണ് ഞാനും നിങ്ങളും എല്ലാവരും. ഇനി നിങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞതെന്ന് ബാധിച്ചു വരരുത് കേട്ടോ. നിങ്ങളതാണ്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. ഞാനും എന്നെപ്പോലുള്ള മുൻഗാമികളും അത് കാണുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു, അത് പറയുന്നു. ഇത് നമ്മുടെ കുറ്റമല്ല. നിങ്ങൾ കാണാത്തത് നമ്മളെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങളെ അതുപോലെ ആക്കാം. നിങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടു തരണം. പിന്നെ മുമ്പ് ആരൊക്കെ പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞാൽ നിങ്ങളെ അപകടപ്പെടുത്തും, കൊല്ലും എന്നൊക്കെ. ഞാൻ മുമ്പേ മരിച്ചു പോയതാണ്. നിങ്ങളെപ്പോലൊരു മനുഷ്യനായിരുന്നു ഞാനും. അതിന് ബീരാൻ പാപ്പ എൻ്റെ ബോധത്തെ ഇല്ലാതാക്കി, മനുഷ്യനെ ഇല്ലാതാക്കി, അവർ ആത്മബോധം, ശുദ്ധബോധം മാത്രമാക്കി ഞാൻ അന്നേ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് എന്നെ പ്രകാശത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ പ്രകാശമായിരുന്നു. അവിടുന്ന് ആളുകൾ പറയും വട്ടാണ്, അയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. ഞാൻ ആ പ്രകാശവും ഞാനുമായിട്ട് അങ്ങനെ പ്രകാശവും തീയും ചൂടും മഴയും ചളിയും എല്ലാമായിട്ട് പ്രകാശത്തിൻ്റെ വികാസത്തെയാണ് ഇതിലൂടെ എല്ലാം ഞാൻ കാണുന്നത്. അല്ലാതെ ഇവിടെ വെള്ളവുമില്ല, ചളിയില്ല, മണ്ണുമില്ല, വെള്ളവുമില്ല. എല്ലാം ആ പ്രകാശത്തിൻ്റെ വികാസമാണ് ഞാൻ കാണുകയും അതെല്ലാമായി ഞാൻ എനിക്ക് ചേർന്ന് മഴ കൊണ്ടും ഇടിയും മിന്നലും എല്ലാം കൊണ്ടും ഞാൻ സന്തോഷം ആരവവും മുഴക്കുമ്പോൾ ആളുകൾ പറയും അയാൾക്ക് പിരാന്താണ്. എൻ്റെ കാഴ്ചയും എൻ്റെ അനുഭൂതിയും അവർക്കറിയില്ലല്ലോ. ഞാൻ വെയിൽ കൊണ്ട് ഭക്ഷണം കഴിക്കാതെ അവശത മെലിഞ്ഞ് കറുത്ത് ആകെ വിഷമിക്കുന്ന അവർക്കാണ്. അതുകൊണ്ട് അവർ വിചാരിക്കുന്ന ഞാൻ വളരെ ഭ്രാന്തായി, വളരെ പ്രയാസത്തിലും പ്രശ്നത്തിലുമാണ്. ഭക്ഷണം കഴിക്കുന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇബ്രാഹിമിന് തീച്ചൂളയിലിട്ടെന്ന് പറഞ്ഞു. എന്ന പോലെ ഞാൻ ആ വെയിലും മഴയും പ്രയാസങ്ങളും നിങ്ങളുടെ കാഴ്ചയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആയ എരിപുരി വെയിലും കൊണ്ട് ആ തീച്ചൂളയിലായിരുന്നു ഞാൻ. നിങ്ങളുടെ കാഴ്ചയിൽ തീച്ചൂളയും എനിക്ക് സന്തോഷം, ആനന്ദം, ശീതളച്ചായയുമാണ് ആ അവസ്ഥത്തിൽ എനിക്ക് കിട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ ഭ്രാന്തനാണ്, ഞാനോ വളരെ ആനന്ദകരമായ ഉല്ലാസ മേഖലയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ വരണ്ടേ അവിടെ ഞാൻ വരാം. അല്ലാതെ അന്നേ മരിച്ചു പോയതായി. ഇപ്പം പരമാത്മാവാണ് ഞാൻ. എൻ്റെ ശരീരം എൻ്റെ ഉപകരണം, പ്രവർത്തന ഉപകരണം എൻ്റെ വസ്ത്രമാണ്. ഈ ശരീരമല്ല ഞാൻ, പരമാത്മാവ്. ഓരോ ശ്വസനത്തിലൂടെയും ഈ ശരീരത്തിലൂടെ നിലനിന്ന് പോരുന്ന പരമാത്മാവായ പ്രപഞ്ചനാഥനാണ് ഞാനും നിങ്ങളും എല്ലാം. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് ചെന്ന് ചേരുക, ആ യാഥാർത്ഥ്യമായി തീരുക, പ്രപഞ്ചനാഥനായി തീരുക.